Hi friends, ഇന്ന് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ വരുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡർ വരുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എന്തായാലും മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 വട്ടം അരിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടും എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടി കേക്കിൻ്റെ താഴെ വന്ന് നിൽക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ബീറ്റ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര മിക്സിയുടെ ജാലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ എസൻസ് ആണ് ഒന്നും കൂടിയും കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 മുട്ട ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കേക്കിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ഒരു 2 തുള്ളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ലേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം കുത്തിയെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ കേക്ക് ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ കുറേശ്ശെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ മിൽക്ക് പൗഡർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പാൽ മതിയാവും. മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ പാലും കൂടി വേണ്ടി വരും. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ഓയിൽ തടവി സൈഡിലും നടുക്കിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂർ സമയമാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കേക്ക് കറക്റ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഇതേപോലെ ഹോൾ ഉണ്ടെങ്കിൽ അത് ഗോതമ്പ് മൈദമാവോ എങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കേക്ക് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചൂടാറുമ്പോൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമ്മളിത് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.